ജിഹാദ് പരാമർശത്തിൽ PC ജോർജിനെതിരെ കൂടുതൽ പരാതികൾ വരാൻ സാധ്യത. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കൂടുതൽ പരാതികൾ നൽകുമെന്ന് പറയുന്നു. എന്നാൽ കേസെടുക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയ ശേഷമാകും തുടർ നടപടി സ്വീകരിക്കുക എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ടോബി ജോൺസൺ അപ്ഡേറ്റ് ചെയ്യുന്നു. ടോബി, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും PC ജോർജ് വീണ്ടും ഒരു വിവാദ പരാമർശത്തിലേക്ക് ചാടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ കണ്ടതാണ്, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഒരു വിവാദ പരാമർശം ചാനൽ ചർച്ചയിൽ ഇരുന്ന് നടത്തിയതിന് ശേഷം അറസ്റ്റിലാവുകയും ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്തത്. അതിനുശേഷം വീണ്ടും ഒരു വിവാദ പരാമർശമാണ് കഴിഞ്ഞ ദിവസം പാലായിൽ നടന്ന KCBCയുടെ ഒരു മദ്യവിരുദ്ധ സമിതിയുടെ ഒരു പരിപാടിയിൽ അദ്ദേഹം നടത്തിയത്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണ അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. സാധാരണ മുൻപും ഇദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ചില കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് 400ഓളം പേർ മീനച്ചിൽ പഞ്ചായത്തിൽ നിന്ന് തന്നെ, താലൂക്കിൽ നിന്ന് തന്നെ ഇതുപോലെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. ആ കുട്ടികളിൽ 41 പേർ മാത്രമാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് 24 വയസ്സുള്ള പെൺകുട്ടികളെയൊക്കെ കെട്ടിച്ചു വിടണമെന്നുള്ളൊരു കാര്യമാണ് PC ജോർജ് ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള ഒരു നിയമോപദേശം തേടുകയാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിയമസാധ്യത എന്ന് നോക്കിയിട്ട് കേസെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തിൽ പരാതി നൽകിയിട്ടുള്ള യൂത്ത് ലീഗ് അവർ വീണ്ടും കോടതിയെ സമീപിക്കുക, അതായത് ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ഏതായാലും PC ജോർജിന് ഒന്നിനു പുറകെ ഒന്നൊന്നായി ഈ പരാമർശങ്ങൾ നടത്തുന്നത് അത് PC ജോർജിന് അത്ര നല്ല കാര്യമല്ല എന്നുള്ളൊരു നിരീക്ഷണം തന്നെയാണ് പല കോണുകളിൽ നിന്നും വരുന്നത്. ഏതായാലും പോലീസ് അക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിക്കാണേണ്ടി വരും. ടോബി ജോൺസൺ.